ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തി ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. കോൺഗ്രസ് നേതാക്കൾ ഈ പദ്ധതിയെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചൈനയ്ക്ക് ഒരു തരത്തിലുമുള്ള കോട്ടം തട്ടുന്ന ഒരു കാര്യവും ഇന്ത്യ ചെയ്യാൻ പാടില്ല എന്ന് അവർ തുടക്കം മുതൽ തന്നെ പറയുകയാണ്. കാരണം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്കുമൊക്കെ ചൈനയെ വലിയ സ്നേഹമാണ്. ഭാരതത്തിനോട് വലിയ സ്നേഹമൊന്നുമില്ലെങ്കിലും അവർക്ക് ചൈനയെ ഭയങ്കര സ്നേഹമാണ്. നിലവിൽ എന്താണ് സംഭവം? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് ഇന്ത്യ കടിഞ്ഞാണിടാൻ പോവുകയാണ്. അതിനായി ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ വൻ സൈനിക പ്രതിരോധമാണ് ഇനിയിപ്പോൾ ഒരുങ്ങാൻ പോകുന്നത്. ഓരോ 7 ദിവസത്തിലും ഓരോ യുദ്ധക്കപ്പലുകൾ പുറത്തിറക്കുന്ന ചൈനീസ് നാവികസേനയുടെ വെല്ലുവിളിയെ നേരിടാൻ കടലിലെ കോട്ടകൾ എന്നറിയപ്പെടുന്ന ഈ ദ്വീപുകളെ ഇന്ത്യ അത്യാധുനിക സൈനിക താവളമാക്കി മാറ്റാനാണ് ഒരുങ്ങുന്നത്. നിലവിൽ ഒരു മാസം നോക്കുമ്പോൾ 6-7 ചൈനീസ് കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അവർ അവിടെ 1-2 ദിവസമൊക്കെ നങ്കുരമിട്ടുകൊണ്ട് ചൈനീസ് കപ്പലുകൾ അവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തമ്പടിച്ച് കിടക്കുന്നുണ്ട്. ഈ ദശാബ്ദത്തിനുള്ളിൽ ചൈനീസ് വിമാനവാഹിനി കപ്പലുകൾ ഈ മേഖലയിൽ തമ്പടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മോദി സർക്കാരിന്റെ ഒരു നിർണായകമായ നീക്കം ഇപ്പോൾ ഉണ്ടാവുന്നത്. ഭാരതത്തിന്റെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് വിഭാവന ചെയ്ത ഗ്രേറ്റ് നിക്കോബാർ പ്ലാൻ ഇന്ന് ദ്രുതഗതിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഗ്രേറ്റ് നിക്കോബാറിലെ ക്യാമ്പൽ ബേയെ കേവലം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി അല്ല മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ശത്രുവിനെതിരെ ആദ്യം പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ സൈനിക താവളമായാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത്. 2026ഓടെ ആൻഡമാനിലെയും ലക്ഷദ്വീപിലെയും റൺവേകൾ വിപുലീകരിച്ച് P-8I പ്രൊസിഡോൺ പോലുള്ള ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾക്കും യുദ്ധവിമാനങ്ങൾക്കും പ്രവർത്തിക്കാൻ സജ്ജമാക്കാനാണ് ഇപ്പോൾ പ്രതിരോധ സേന ഒരു ലക്ഷ്യമിടുന്നത്. വടക്കൻ ആൻഡമാനിലെ INS ക്ലോഹ, ഗ്രേറ്റ് നിക്കോബാറിലെ INS ബാസ്, ലക്ഷദ്വീപിലെ INS ജഡായു എന്നിവ ഭാരതത്തിന്റെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികളിലെ സുരക്ഷാ കവചങ്ങളായി മാറും. ചൈനയിലേക്കുള്ള ഊർജ്ജ ഇറക്കുമതിയുടെ 80% കടന്നുപോകുന്ന ഈ പാതയിൽ ഇന്ത്യ ഒരുക്കുന്ന ചോക്ക് പോയിന്റ് ചൈനയുടെ സാമ്പത്തിക നട്ടെല്ലിന് ഭീഷണിയാണ്. കംബോഡിയ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവിടങ്ങളിൽ ചൈന താവളങ്ങൾ ഒരുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആഹ്ലാദം നൽകാൻ ലക്ഷദ്വീപിലെ മിനിക്കോയിലും ആൻഡമാനും ഇന്ത്യയെ സഹായിക്കും. പരിസ്ഥിതിവാദമുയർത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ പദ്ധതിയെ എതിർക്കുമ്പോഴും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഈ സൈനിക വിന്യാസം അത്യാവശ്യമാണ് എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈനിക കാഴ്ചപ്പാട് കരയിൽ നിന്നും കടലിലേക്ക് കൂടി വ്യാപിച്ചതിന്റെ ഒരു ഫലമാണ് 90,000 കോടി രൂപയുടെ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി NTG അംഗീകരിച്ചതോടെ ഭാരതത്തിന്റെ സമുദ്ര സുരക്ഷ ഇനി പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈനയുടെ വിപുലീകരണ നയങ്ങളെ തകർക്കാൻ കടലിലെ ഈ ഇന്ത്യൻ കോട്ടകൾ സദാസമയവും സജ്ജമായി തന്നെ കണ്ണു തുറന്നിരിക്കും. ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് ഭൂമിയും സമുദ്രവും കാക്കാൻ സജ്ജമായ ഈ വികസന കുതിപ്പ് ഓരോ ഭാരതീയനും അഭിമാന നേട്ടമായാണ് കാണുന്നത്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രശ്നങ്ങളിലും പല പദ്ധതികളിലുമായി ഇടങ്കോലിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ചൈന ചില പദ്ധതികൾ ഇന്ത്യയും ചൈനയും ഇപ്പോൾ കൈകൊടുത്താണ് സഹകരിക്കുന്നത്. പക്ഷേ ചൈനയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ പോലത്തെ ഒരു രാജ്യമാണ്. എപ്പോൾ വേണമെങ്കിലും ചൈന കാല് മാറാം, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്താം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഓരോ നീക്കങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കാരണം ഈ അടിക്കടി ഒരു മാസം തന്നെ 6-7 കപ്പലുകളൊക്കെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ നങ്കുരം ഇട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തമ്പടിക്കുന്നു ഒക്കെ വരുമ്പോൾ അത് ഇന്ത്യയുടെ സുരക്ഷ തന്നെ, അതിർത്തികളിലുള്ള സുരക്ഷയിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ അവിടെ തന്നെ ഒരു പ്രതിരോധ മേഖല തന്നെ നിർമ്മിക്കാം എന്നൊരു നീക്കത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്.